നിർമ്മാണം പൂർത്തിയാക്കി വെഞ്ചരിച്ച് പ്രതിഷ്ഠിച്ച തലൂർ ഉണ്ണിമിശിഹ ഇടവക പള്ളിയുടെ ഉദ്ഘാടനവും ജൂബിലി വർഷാരംഭവും ഞായറാഴ്ച നടക്കും. 1977 ജനുവരി 23 മാർ ജോസഫ് കുണ്ടുകുളം പിതാവാണ് പള്ളി സ്ഥാപിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 5 തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുമെന്ന് ഇടവക വികാരി ഫാദർ ജോഷി വെണ്ണാട്ടുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷം 2026 തലൂർ ഇടവകയുടെ സുവർണ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1977 ജനുവരി 23 ഈ ഇടവക തലൂർ സ്ഥാപിക്കപ്പെട്ടത്. അന്ന് തലൂർ സെൻറ്റർ വരെ ഒല്ലൂർ ഇടവകയുടെയും അതുപോലെ വടക്കേ വശം തലൂർ സെൻറ്ററിൻ്റെ വടക്കേ വശം പുതുക്കാട് ഇടവകയുടെയും ഭാഗമായിരുന്നു. ഒരു 100 വർഷമായി അവിടെ CMI ആശ്രമം അതുപോലെ സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് പുതിയ ഇടവക അവിടെ സ്ഥാപിക്കുമ്പോൾ ഇടവയ്ക്ക് സ്വന്തമായിട്ട് സ്ഥലം അല്ലെങ്കിൽ സ്ഥലമൊന്നും ഇല്ലാതിരുന്നുകൊണ്ട്, കുരിശുപള്ളി ഒന്നും ഇല്ലാതിരുന്നുകൊണ്ട് ഈ ആശ്രമത്തിൻ്റെ ദേവാലയമാണ് ഇടവക പള്ളിയായിട്ട് ഉപയോഗിച്ചു പോകുന്നത്. അവരും തമ്മിലായിട്ടുള്ളൊരു എഗ്രിമെൻറ്റിൽ. അങ്ങനെ അതൊരു 33 കൊല്ലം ആ വിധത്തിൽ മുന്നോട്ട് പോയി. പിന്നീടാണ് അന്ന് ഇടവക സ്ഥാപിക്കുമ്പോൾ 256 വീടുണ്ടായുള്ളൂ. അതൊരു 1000-ൽ പരം വീടുകളായപ്പോൾ ആശ്രമത്തിൻ്റെ ചെറിയ ദേവാലയം അല്ലെങ്കിൽ കപ്പേള ഇടവക ജനങ്ങൾക്ക് കൊള്ളാത്ത, അല്ലെങ്കിൽ അവർ അവിടെ തിരുകർമ്മങ്ങൾക്ക് അവിടെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ പുതിയ ദേവാലയം പണിയണം എന്നുള്ള ചിന്തയും തീരുമാനമൊക്കെ വരികയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 6 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം ആർച്ച് ബിഷപ്പ് ഉദ്ഘാടനം ചെയ്യും. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ജൂബിലി വർഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കെ രാമചന്ദ്രൻ MLA മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ കമാൻഡന്റ് P വാഹിദ പള്ളിയുടെ പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള സോവനീർ പ്രകാശനം ചെയ്യും. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മി, ഒല്ലൂർ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് കുത്തൂർ, തലൂർ ഇടവക പ്രഥമ വികാരി ഫാദർ ബാബു പാണാട്ടുപറമ്പിൽ, ദേവമാത പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ജോസ് നന്ദിക്കര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. പള്ളിയുടെ നിർമ്മാണ കമ്മിറ്റി കൺവീനർമാർ, മുൻ കൈക്കാരന്മാർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിക്കുമെന്നും ഇടവക വികാരി ഫാദർ ജോഷി വെണ്ണാട്ടുപറമ്പിൽ അറിയിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ബ്രിൽവിൻ ഒലക്കെങ്കിൽ, സണ്ണി കാഞ്ഞാണി, ബാബുദാസ് തരകൻ, കൈക്കാരന്മാരായ റിഫിൻ കുന്നത്ത, ലിക്സൺ പെരിഞ്ചേരി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.